ഞാൻ ബഹിരാകാശത്തേക്ക് പോകുന്നത് വെറും ഉപകരണങ്ങൾ കൊണ്ടല്ല, അനേകം പേരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒപ്പം കൊണ്ടുപോകുകയാണ്. നല്ലത് വരാനിരിക്കുന്നതേയുള്ളൂ. ആക്സിയം 4 മിഷനിലെ ഇന്ത്യൻ പ്രതിനിധി ശുഭാൻഷു ശുക്ലയുടെ വാക്കുകൾ. എന്താണ് ആക്സിയം 4 മിഷൻ? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായി ഇസ്രോ, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നീ അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളുടെയും സ്പേസ് എക്സ്, ആക്സിയോം എന്നീ സ്വകാര്യ കമ്പനികളുടെയും സംയുക്ത ദൗത്യം. യാത്രികർ: അമേരിക്കയുടെ പെഗ്ഗി വിറ്റ്സൺ, ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല, പോളണ്ടിന്റെ സ്റ്റാവോസ് ഉസൻസ്കി, ഹംഗറിയുടെ ടിബോർ കാപ്പു. വിക്ഷേപണം ഫ്ലോറിഡ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന്. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. ലക്ഷ്യം 31 രാജ്യങ്ങളിൽ നിന്നുള്ള 60 ശാസ്ത്ര പരീക്ഷണങ്ങൾ. 2026 അവസാനം വിക്ഷേപണം പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ആക്സിയം 4 ദൗത്യത്തിൽ പങ്കാളിയാകുന്നത്. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തുന്നത് 1984-ലാണ്. നീണ്ട 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ശുഭാൻഷു ശുക്ല മാറി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന പ്രത്യേകതയും ഇദ്ദേഹത്തിനുണ്ട്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി കുട്ടൂസ് വ്ലോഗ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.